നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ഏറ്റെടുത്ത ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിക്ക് 26.56 കോടി രൂപ നഷ്ടപരിഹാരം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് അതിവേഗം നിർമ്മാണം തുടങ്ങാൻ വേണ്ടിയാണ്. അതിനിടെ പുന്നപ്പുഴയിൽ അടിഞ്ഞുകൂടിയ വൻ പാറക്കഷ്ണങ്ങളും കല്ലും മണലും ചരലും ചെളിയും മരങ്ങൾ അടക്കമുള്ളവയും നീക്കം ചെയ്യാൻ 195.55 കോടിയുടെ പദ്ധതി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ഇവ നീക്കം ചെയ്ത പുഴയുടെ ഒഴുക്ക് സുഗമമാക്കി വെള്ളപ്പൊക്കം തടയുകയും പുഴയോരം ഭിത്തി കെട്ടി സംരക്ഷിക്കുകയും പദ്ധതിയുടെ ഭാഗമാണ്. ജലവിഭവ വകുപ്പ് വഴി മുന്നോട്ട് വെച്ച പദ്ധതിക്ക് സർക്കാർ ഭരണാനുമതി നൽകി. ഇതിനായി കേന്ദ്ര സർക്കാർ 529.5 കോടി രൂപയുടെ പലിശരഹിത വായ്പയെ അനുവദിച്ച കാപെക്സ് ഫണ്ടിൽ നിന്ന് 65 കോടി രൂപ ചെലവഴിക്കും. ബാക്കി തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കണ്ടെത്തും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതായത് KSDMA ആവശ്യപ്പെട്ടത് അനുസരിച്ച് പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് കോഴിക്കോട് പ്രോജക്ട് 1 വിഭാഗം ചീഫ് എഞ്ചിനീയർ 107.95 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് സമർപ്പിച്ചത്. എന്നാൽ ഫെബ്രുവരി 13 വയനാട് പുനരധിവാസ ടൗൺഷിപ്പ് പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന്റെ തീരുമാനപ്രകാരം പദ്ധതിക്കായി ഊരാളുങ്കലിനെ നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു. ഈ യോഗത്തിന്റെ തീരുമാനപ്രകാരം ജലസേചനവും അഡ്മിനിസ്ട്രേഷനും വിഭാഗം ചീഫ് എഞ്ചിനീയർ പുന്നപ്പുഴയിലും മേപ്പാടിയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലും നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക 195.5 കോടി രൂപയായി പുതുക്കി. ടൗൺഷിപ്പ് നിർമ്മാണവും ഊരാളുങ്കലിന് തന്നെ. അങ്ങനെ അവർക്ക് കോളടിച്ചു. ഇവിടെ നിന്നും നീക്കുന്ന പാറയും കല്ലും മണ്ണും എല്ലാം ടൗൺഷിപ്പ് നിർമ്മാണത്തിനും ഊരാളുങ്കലിന് ഉപയോഗിക്കാം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇരട്ടി നേട്ടം ഊരാളുങ്കലിന് ഉണ്ടാവുകയാണ്. ജലവിഭവ വകുപ്പ് കോഴിക്കോട് പ്രോജക്ട് 1 വിഭാഗം ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച 107.95 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എന്തുകൊണ്ടാണ് ഇരട്ടിയിലധികം ഉയർത്തിയതെന്ന ചോദ്യം പലവിധ സംശയങ്ങൾക്കും ഇട നൽകുന്നുണ്ട്. എസ്റ്റിമേറ്റ് തുക പുതുക്കലിലൂടെ ഖജനാവിന് 85 കോടിയുടെ അധിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഹൈക്കോടതി നിർദ്ദേശം കൂടി മാനിച്ചാണ് ഭൂമി ഏറ്റെടുക്കൽ തീരുമാനം. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64.4075 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിന് വിശദ വില വിവര റിപ്പോർട്ടിൽ പരാമർശിച്ച 26,56,10,769 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അനുവദിക്കുക. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 7 കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട 14 കുട്ടികൾക്കും പഠന ആവശ്യത്തിനായി മാത്രം 10 ലക്ഷം രൂപ വീതം അനുവദിക്കും. 18 വയസ്സ് വരെ തുക പിൻവലിക്കാൻ കഴിയില്ലെന്ന വ്യവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ധനസഹായം നൽകുക. വനിതാ ശിശു വികസന വകുപ്പ് അനുവദിച്ച ധനസഹായത്തിന് പുറമെയാണിത്. തുക ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് പ്രതിമാസ പലിശ ബന്ധപ്പെട്ട കുട്ടിയുടെ രക്ഷകർത്താവിന് ഓരോ മാസവും നൽകുന്നതിന് വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വയനാട് ടൗൺഷിപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനായി രൂപീകരിച്ച പദ്ധതി നിർവഹണ യൂണിറ്റിൽ വിവിധ തസ്തികകൾ അനുവദിച്ചു. അക്കൗണ്ട്സ് ഓഫീസർ, സിവിൽ എഞ്ചിനീയർ എന്നീ തസ്തികകൾ സൃഷ്ടിക്കും. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന തസ്തിക ഫിനാൻസ് ഓഫീസർ എന്ന പുനർനാമകരണം ചെയ്യും. സ്റ്റാഫിന്റെ നിയമനം നടത്താനുള്ള നടപടി സ്വീകരിക്കാൻ വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് സ്പെഷ്യൽ ഓഫീസർക്ക് അനുമതി നൽകും. പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിന്റെ തലവനായി വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് സ്പെഷ്യൽ ഓഫീസറെ ചുമതലപ്പെടുത്താനും തീരുമാനിച്ചു. ഈ നിയമനങ്ങൾ വിവാദത്തിലേക്ക് കടക്കും. പൊതുമരാമത്ത് വകുപ്പിൽ എഞ്ചിനീയർമാരുണ്ട്. അതിനിടെയാണ് ഇഷ്ടക്കാരെ പിൻവാതിലിൽ നിയമിക്കാനുള്ള തീരുമാനം. പാർട്ടി ബന്ധുക്കൾക്കാകും ഇത്തരം നിയമനങ്ങൾ കിട്ടുകയെന്ന വാദം ഇപ്പോഴേ ഉയരുന്നുണ്ട്. അതായത് ഊരാളുങ്കലിന് കോടികൾ ഉറപ്പാക്കുന്നതിന് പുറമെ മറ്റു ചില ഇഷ്ടക്കാർക്ക് ജോലിയുടെ ആനുകൂല്യവും സർക്കാർ നൽകും.
ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ ടൗൺഷിപ്പിന് സർക്കാർ കണ്ടെത്തിയ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യം ഇനത്തിൽ കിട്ടാനുള്ളത് 11 കോടിയിലേറെ രൂപയാണ്. ആനുകൂല്യങ്ങൾ അനുവദിക്കാതെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ വരുന്ന 22-ന് തൊഴിലാളികൾ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കും. ആനുകൂല്യങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ എസ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങില്ലെന്നാണ് തൊഴിലാളികളുടെ നിലപാട്. അടുത്ത 27-ന് തറക്കല്ലിടാനിരിക്കെ ആശങ്കയിലാണ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. വർഷങ്ങളായി തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ട് PF-ഉം ബോണസും മെഡിക്കൽ ആനുകൂല്യങ്ങളെല്ലാം തന്നെ മുടങ്ങി. ഇതൊന്നും അനുവദിക്കാതെ ടൗൺഷിപ്പിന്റെ മറവിൽ തങ്ങളെ പിരിച്ചുവിടാൻ നീക്കം നടക്കുന്നതായാണ് ആശങ്ക. തൊഴിലാളികൾക്ക് മുഴുവൻ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട സംയുക്ത ട്രേഡ് യൂണിയൻ 22-ന് കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹവും നടത്തും. 300ഓളം തൊഴിലാളികൾക്കായി 11 കോടിക്ക് മുകളിൽ ആനുകൂല്യങ്ങളാണ് ലഭിക്കാനുള്ളത്. തൊഴിൽ നഷ്ടഭീതി വേറെയും. ഒരു തവണ പോലും തങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്നും ആശങ്ക സർക്കാർ പരിഗണിക്കണമെന്നുമാണ് അവരുടെ ആവശ്യം. ടൗൺഷിപ്പിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാതെ എസ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങില്ലെന്നുമാണ് തൊഴിലാളികളുടെ നിലപാട്. അതിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം നിർണായകമാകും. ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വൈത്തിരി താലൂക്ക് കൽപ്പറ്റ വില്ലേജിൽ ബ്ലോക്ക് 19-ൽ റീസർവേ നമ്പർ 88/158, 88/159, 88/62, 88/66, 88/137 എന്നിവയിൽപ്പെട്ട എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിലെ 64.4075 ഹെക്ടറാണ് ഏറ്റെടുക്കുന്നത്. പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിന് പുറമെ നെടുമ്പാല എസ്റ്റേറ്റും ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. 2 എസ്റ്റേറ്റുകളിലുമായി പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. ഇതിൽ ആദ്യഘട്ടമായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പ് പദ്ധതിക്ക് ഈ മാസം 27-ന് തറക്കല്ലിടുമെന്ന് മന്ത്രി കെ രാജൻ കഴിഞ്ഞ 11-ന് നിയമസഭയിൽ അറിയിച്ചിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ നടപടി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. നന്ദി.